ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കലിംഗ ഡിസൈനിലെ ഒരു ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു മാനിക്യൂറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മാനിക്യൂറിനെ തിരിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ബാക്ക് വശത്തു നിന്നാണ് നമ്മൾ ലെങ്ത്തും അതുപോലെ ഷോൾഡർ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം എടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓരോരുത്തരും ഓരോ ശൈലിയിലൊക്കെയാണ് പഠിപ്പിക്കുമ്പോൾ എങ്ങനെയൊന്നല്ല, ആദ്യം ആദ്യം ഷോൾഡർ, അത് കഴിഞ്ഞ് ലെങ്ത്ത്, അങ്ങനെയൊക്കെയാണ് കറക്റ്റൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ പഠിച്ചൊക്കെ കഴിയുമ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ലെങ്ത്ത് വന്നിട്ട് 13.5-14 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇറക്കമുള്ള ഡ്രസ്സുകളാണെങ്കിൽ നമ്മളിങ്ങനെ ലെങ്ത്ത് വെച്ച് അവരോട് എത്ര ലെങ്ത്ത് വേണമെന്ന് ചോദിക്കുക. ബാക്കിൽ നിന്നാണ് ലെങ്ത്ത് എടുക്കുന്നതെങ്കിൽ നമ്മൾ തൊട്ട് കാണിക്കുക എത്ര ലെങ്ത്ത് മതിയോ എന്നവരോട് ചോദിക്കുക. ആ ടേപ്പ് മാറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്തും എടുക്കാം. അതിനൊപ്പം തന്നെ ബാക്ക് ലെങ്ത്ത് എത്രയാണോ അത് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു 8 ഇഞ്ചാണ് ബാക്കിലെ ലെങ്ത്ത് കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല ബാക്കിലെ ലെങ്ത്തൊക്കെ എടുക്കുന്നത്. കസ്റ്റമറോട് ചോദിക്കുക എത്രയാണ് വേണ്ടതെന്ന്. അപ്പോൾ അവരിട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ അങ്ങനെ എടുക്കരുത്, അവരുടെ ഇഷ്ടാനുസരണം നോക്കുക. അതുപോലെ തന്നെ ഷോൾഡർ നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മളാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 ബോൾട്ട് വരുന്ന ഭാഗമുണ്ട് കൈയുടെ ഭാഗത്ത് തന്നെ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തേക്കാണ് തിരിക്കുന്നത്. ഫ്രണ്ട് വശത്ത് നമുക്ക് ചെസ്റ്റാണ് അടുത്തായിട്ട് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ചെസ്റ്റ് എടുക്കുമ്പോൾ ഒരു കൈ വിരൽ ലൂസിൽ വേണം. നമ്മൾ മുറുക്കി ടൈറ്റ് പിടിച്ചിട്ട് ഒരിക്കലും ചെസ്റ്റ് എടുക്കരുത്. ഒരു ചെറിയ നമ്മുടെ ഒരു വിരൽ കിടക്കാവുന്ന ലൂസിൽ വേണം പിടിക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 31.5 ചെസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചേക്കുന്നതാണ്. ബാക്കിലും അതുപോലെ തന്നെ ഒട്ടും ടേപ്പ് ചുളിയുകയോ ഇറങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഏത് ഡ്രസ്സിനായാലും നമ്മൾ എടുക്കേണ്ടത് ഒരു അളവാണ് ബ്രസ്റ്റിൻ്റെ അളവ്. ആ ബ്രസ്റ്റിൻ്റെ അളവ് കൂടി നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ടേപ്പ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം എടുക്കാൻ. ബാക്ക് വശം എപ്പോഴും ഇറങ്ങി പോകണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അതങ്ങനെ വൃത്തിയിൽ പിടിച്ച് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അളവുകളൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുന്ന അളവുകളിലും വ്യത്യാസം വരും. ഒരു ഭംഗി ഉണ്ടാവില്ല ഡ്രസ്സ് തയ്ച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ച് ടേപ്പ് കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇറക്കിയൊന്നും പോവാതെ നമ്മൾ കൈ വെച്ച് തന്നെ ബാക്കിൽ നിന്ന് പിടിച്ച് വേണം ബ്രസ്റ്റിൻ്റെയൊക്കെ അളവെടുക്കാനായിട്ട്. ഇപ്പം ഇങ്ങനെ ഈ ടേപ്പ് ഇരിക്കുന്നുണ്ടോ അതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ ബാക്ക് വശത്ത് ടേപ്പ് ഇരിക്കണം. അതുപോലെ ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ചെസ്റ്റ് ബ്രസ്റ്റൊക്കെ എടുത്തുല്ലോ. ഇനി നമുക്ക് എടുക്കേണ്ടതാണ് അടുത്ത അളവാണ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവാണ്. ബ്ലൗസ് ആണെങ്കിൽ വേസ്റ്റിൻ്റെ അളവ് എടുക്കുക. അപ്പോൾ വേസ്റ്റ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ആ വേസ്റ്റും നമ്മൾ ലൂസ് പിടിച്ചിട്ടാണ് ഒരു ചെറിയൊരു ലൂസ് എടുത്തത്. ബ്ലൗസിനാണെങ്കിൽ നമുക്കൊരു കുഞ്ഞ് പോയിൻ്റ് ലൂസ് ഇട്ടാൽ മതി. കാരണം അവിടെ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് വരുമ്പോൾ അവിടെ നല്ല ടൈറ്റ് വേണ്ടതാണ്. ബ്ലൗസിന് നല്ലോണം ടൈറ്റിലിരുന്നാലാണ് ഇതാവുള്ളൂ. അപ്പോൾ ഒരുപാട് വരിഞ്ഞ് മുറുകിയല്ല, എന്നാലും അത്യാവശ്യത്തിൽ. അതുപോലെ ഇനി ഷോൾഡറിൽ നിന്ന് നമുക്ക് അടുത്ത അളവ് എടുക്കേണ്ടത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിൻറ്റിൻ്റെ അളവും അതുമാതിരി നമ്മുടെ ഈ ബ്രസ്റ്റ് കഴിഞ്ഞിട്ട് സെൻറ്റർ ഫ്രണ്ട് ലെങ്ത്ത് ഉണ്ട്. ആ 2 അളവുകളാണ് നമ്മൾ ഷോൾഡറിൻ്റെ മുകൾ വശത്ത് നിന്ന് എടുക്കേണ്ടത്. ബ്രസ്റ്റിൻ്റെ അളവ് എടുക്കുക, അതുപോലെ തന്നെ സെൻറ്റർ ഫ്രണ്ട് ലെങ്ത്ത് അളവും എടുക്കുക. അതങ്ങനെ വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് കണ്ടോ, സെൻറ്റർ ഫ്രണ്ട് ലെങ്ത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടിയിൽ വരുന്ന ആ ലെങ്ത്ത് അവിടെ വരെയുള്ള ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ അത്ര എടുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് തന്നെ കണ്ടില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത്. അത് നമുക്ക് ഷേപ്പ് ഇനി ചുരിദാറിനാണെങ്കിൽ നമുക്ക് ഷേപ്പ് ലെങ്ത്താണ് അടുത്തായിട്ട് എടുക്കേണ്ടത്. ബ്ലൗസ് കഴിഞ്ഞ് നമ്മൾ ചുരിദാറാണല്ലോ അടുത്ത് തയ്ക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സാണെങ്കിലും നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് വേണം. അപ്പോൾ ഷേപ്പിന് നമുക്ക് ഇവിടെ ഒരു വളവ് തന്നെ ഭാഗത്താണ് ആ ഷേപ്പിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് അവിടം വരെ. അതിന് ശേഷം അവിടുത്തെ വണ്ണം നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് എവിടെയാണോ അവിടുത്തെ വണ്ണവും കൂടി നമ്മളൊരു ചെറിയ ഒരു വിരൽ എപ്പോഴും ലൂസ് വേണം. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റ് വരിഞ്ഞ് മുറുകി എടുക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തും ഒന്ന് കാണിച്ചു തരാണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം ടേപ്പ്, അല്ലാതെ ടേപ്പ് ഒരുപാട് വ്യത്യാസപ്പെട്ട് ഇരിക്കരുത്. കറക്റ്റായിട്ട് ഇങ്ങനെയാണ് ടേപ്പ് പിടിക്കേണ്ടത്. ഒരു വിരൽ ലൂസ് നമുക്ക് നമ്മുടെ കൈ അതിനകത്തേക്ക് ഇട്ടുമ്പോൾ ഒരു വിരൽ ലൂസ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്തും എടുത്തു കഴിഞ്ഞു. ബ്ലൗസിനാണെങ്കിൽ വേസ്റ്റ്, ഷേപ്പാണെങ്കിൽ ഷേപ്പിൻ്റെ ലെങ്ത്ത്, അവിടുത്തെ വണ്ണവും എടുക്കുക. അതിന് ശേഷം ഇനി അടുത്ത ഇത് വേണ്ടത് നമ്മുടെ
കൈയുടെ ആം ഹോൾ റൗണ്ടാണ്. ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് നമ്മുടെ കൈയുടെ മുകളിലുള്ള റൗണ്ട് കറക്റ്റ് ചുറ്റിയെടുക്കുക. അതിനുശേഷം അവിടെ കിട്ടുന്ന വണ്ണം കൈയൊക്കെ കറക്റ്റായിട്ട് നിർത്തിയിട്ട് വേണം ആ വണ്ണം എടുക്കാനായിട്ട്. ഒത്തിരി ടൈറ്റ് വരിഞ്ഞ് മുറുകി എടുക്കരുത്. ഇപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് കാണിച്ചു തരികയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി. ഇനിയും നമ്മൾ മാനിക്യൂറിൽ കാണിച്ചിട്ട് നിങ്ങൾക്കതൊരു ഇതായി വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സ്വയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പോരായ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഒത്തിരി വരിഞ്ഞ് മുറുകിയല്ല, ചെറിയൊരു ലൂസ് നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വരിഞ്ഞ് മുറുകിയല്ല എടുത്തേക്കുന്നത്, എന്നാൽ ടൈറ്റ് വേണം അതിന്, ഒത്തിരി ലൂസായിരിക്കുകയും ചെയ്യരുത്. അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ സ്ലീവിൻ്റെ ഒരു നമ്മൾ ഏത് ഡ്രസ്സ് തയ്ച്ചാലും സ്ലീവിൻ്റെ മുകളിലെ വണ്ണവും താഴത്തെ വണ്ണവും മാത്രം എടുക്കാതെ നമുക്ക് ഒരു 5 ഇഞ്ച് പോയിൻ്റ് വരുന്ന ആ ഭാഗത്ത് നമുക്ക് കൈക്കൊരു ഇച്ചിരി വണ്ണം കൂടുതലുള്ള ഭാഗമാണ്, അവിടുത്തെ മെഷർമെൻറ്റ് കൂടി നമ്മളെപ്പോഴും എടുത്തിരിക്കണം. നമ്മളൊരു സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 5 ഇഞ്ചിലൊക്കെ വരുന്ന അവിടുത്തെ വണ്ണം കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം 3/4 സ്ലീവാണോ എൽബോ സ്ലീവാണോ വേണ്ടതെന്ന് കസ്റ്റമറോട് ചോദിക്കുക. എൽബോ ആണെങ്കിൽ മുട്ടിന് മുകളിലുള്ള ലെങ്ത്തും അവിടുത്തെ വണ്ണവും നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 3/4 സ്ലീവ് ആണെങ്കിൽ ഒരു 13.5-14 ഇഞ്ചാണ് വണ്ണം വരുന്നത്. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്യുകയാണ്. മാക്സിമം 13.5-14 ഇഞ്ചാണ് 3/4 സ്ലീവിനൊക്കെ നമ്മൾ റെഡിമെയ്ഡ് അടിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ലെങ്ത്ത് അത്രയൊക്കെയാണ്. അതുപോലെ തന്നെ ഫുൾ സ്ലീവ് വേണമെന്ന് പറയുകയാണെങ്കിൽ സ്ലീവിൻ്റെ ഫുള്ളായിട്ടുള്ള ഇറക്കം എടുക്കുക. കൈപ്പത്തിയുടെ മുകളിൽ വരുന്ന രീതിയിൽ ഉള്ള ലെങ്ത്ത് എടുക്കുക. എന്നിട്ട് അവിടുത്തെ വണ്ണവും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ കൈയുടെ വണ്ണം എടുക്കുമ്പോഴും ചെറിയൊരു ലൂസ് കൊടുത്തെടുക്കുക. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചെറിയൊരു ലൂസ് കൊടുത്ത് നമ്മൾ വണ്ണം എടുക്കുക. കറക്റ്റ് മുറുക്കിയൊന്നും പിടിക്കരുത്. ഇങ്ങനെയാണ് നമ്മൾ കൈയുടെ വണ്ണം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൈയുടെ വണ്ണം എടുത്തു. ഇനി നമുക്ക് വേണ്ടത് അടുത്തത്, നമ്മളൊരു ചുരിദാറാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ചെസ്റ്റ് എടുത്തു, ബ്രസ്റ്റ് എടുത്തു, ഷേപ്പ് എടുത്തു, ഷേപ്പിൻ്റെ വണ്ണം എടുത്തു. ഇനി സ്ലിറ്റാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഉയർന്ന ഭാഗത്ത് നിന്ന് തന്നെ വേണം പിടിച്ചിട്ട് സ്ലിറ്റ് എടുക്കാനായിട്ട്. കാരണം നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോൾ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ചെരിഞ്ഞെന്ന് തന്നെയല്ല, ചെറിയൊരു ഇറക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ വണ്ണം നമ്മൾ കസ്റ്റമറോട് ചോദിക്കണം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് അവരുടെ അഭിപ്രായത്തിൽ വേണം എപ്പോഴും അളവ് എടുക്കുമ്പോൾ ലെങ്ത്തും ചെസ്റ്റൊക്കെ നമ്മുടെ അഭിപ്രായത്തിൽ നമുക്കറിയാം എടുക്കാനായിട്ട്. ലെങ്ത്ത് അവരോട് ചോദിച്ച് തന്നെ വേണം എടുക്കാൻ, അല്ലെങ്കിൽ പറയും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തതാണെന്ന്. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കസ്റ്റമറുടെ ഇഷ്ടം എത്രയാണോ വേണ്ടത്. പിന്നെ ഒട്ടും അറിയാൻ പാടില്ലാണ്ട് ചിലർ വരും. അപ്പോൾ നമ്മളോട് പറയും എനിക്കറിയില്ല ചേച്ചി അതെങ്ങനെയാണെന്ന്, അത് കറക്റ്റായിട്ട് എടുത്തോളാൻ പറയുമ്പോൾ നമ്മൾ പറയണം. അത് എടുത്തു കഴിയുമ്പോൾ ലാസ്റ്റ് നിങ്ങളൊരു പ്രശ്നം പറയരുത്, നമ്മൾ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് കുറഞ്ഞു പോയി കൂടിപ്പോയി ഇത് പറയരുതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ എടുക്കാൻ. ഞാനപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് കാണിച്ചു തരാണ്. നമുക്കൊരു 18.5 വേണ്ടത്. അപ്പോൾ അവിടുത്തെ വണ്ണം എടുക്കുന്നതും ഇങ്ങനെയാണ്, കറക്റ്റായിട്ട് പിടിച്ചിട്ടാണ് എടുക്കുന്നത്. സ്ലിറ്റിൻ്റെ വണ്ണം എടുക്കുമ്പോൾ അങ്ങനെയാണ് എടുക്കുക. പിന്നെ സ്ലിറ്റിൻ്റെ വണ്ണം എടുക്കുമ്പോൾ നമ്മൾ ചെസ്റ്റിൽ നിന്ന് ചിലപ്പോൾ 1/2 ഇഞ്ച്, ചിലർക്ക് 1/2 ഇഞ്ച്, ചിലർക്ക് 1 ഇഞ്ചൊക്കെ വണ്ണം കൂട്ടിയിടാറുണ്ട് ചെസ്റ്റിനേക്കാളും നമ്മൾ സ്ലിറ്റിനിടുമ്പോൾ. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ണം എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ശരീരത്തിലെ ബട്ടക്സിന് ചുറ്റുമുള്ള ഒരു വണ്ണം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കൊരു പാൻറ്റ്, ഇപ്പോൾ ബാക്കിയെല്ലാം ഒരുവിധ അളവുകളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ടക്ക് ലെങ്ത്ത് എടുത്തു. ടക്കിൻ്റെ വീതിയൊക്കെ എടുക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ബ്ലൗസ് തയ്ക്കുമ്പോൾ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ കൈയുടെയൊക്കെ വണ്ണം എടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കണം. ലെങ്ത്ത് എടുക്കാൻ ഞാൻ അതിനകത്ത് വിട്ടുപോയിട്ട് ബാക്ക് ലെങ്ത്ത് കാണിച്ചായിരുന്നു. ഫ്രണ്ടിലെ ലെങ്ത്ത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, മറന്നുപോയതാണ് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പോൾ എല്ലാ അളവുകളും വേണമല്ലോ. ഇതിനകത്ത് ഞാൻ കാണിക്കാൻ വിട്ടുപോയേക്കുന്നതാണ്. ഇനി നമ്മളൊരു പാൻറ്റിനാണ് അല്ലെങ്കിൽ ഒരു പാവാടയ്ക്കാണ് അളവെടുക്കുന്നതെങ്കിൽ നമ്മുടെ വേസ്റ്റ് എവിടെയാണ് അവർ ആ പാവാട ഇടുന്നത്, പൊക്കിളിന് മുകളിലാണോ താഴെയാണോ എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. ലെങ്ത്തും അതുപോലെ തന്നെ അവരെ നേരേക്ക് നിർത്തിയിട്ട് നമ്മൾ തൊട്ട് കാണിച്ചു കൊടുക്കുക. ഇത്ര വരെ ലെങ്ത്ത്, പാദത്തിൻ്റെ എവിടെ വരെ ലെങ്ത്ത് വേണം എന്നൊക്കെ എടുക്കുക. അതുപോലെ തന്നെ പാൻറ്റാണെങ്കിൽ അവർക്ക് എന്തോരം ലൂസ്, നമ്മൾ പാൻറ്റിൻ്റെ അടി ലൂസ് എന്തോരം കൊടുക്കണം എന്നുള്ളത് നോക്കുക. ചുരിദാറിനാണെങ്കിൽ നമ്മൾ പിന്നെ സ്ലിറ്റിനേക്കാൾ
1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ചിലർ കൂട്ടിയിടാറുണ്ട്. വീതി കൂടുതൽ വേണമെന്ന് പറയുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് കൂട്ടിയിടുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലൗസ് അളവെടുക്കാൻ വരുന്നവരോട് കറക്റ്റായിട്ട് നിങ്ങൾ പറയണം. ബ്രേസറൊക്കെ ചിലർ ഭയങ്കര ലൂസിലൊക്കെ വള്ളിയൊക്കെ ലൂസായിട്ടായിരിക്കും ഇട്ടേക്കുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് അവരോട് ഫിറ്റ് ചെയ്ത് അളവെടുക്കാൻ നിൽക്കാൻ പറയണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ലൂസായി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റൊക്കെ നമ്മൾ അളവെടുക്കുന്ന മാറിപ്പോവും, ടക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് അവരോട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.